അടിപൊളിയാണ്. സൂപ്പറാണ്. ഫസ്റ്റിനേക്കാളും സെക്കൻഡ് അടിപൊളിയാണ്. മൂന്നാമത്തെ ഭാഗത്തിനൊരു പ്രതീക്ഷയുണ്ട്. അതെ, പൊളിയാണ്. ഹാഫിന് ശേഷം ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. എൻട്രി ഒക്കെ അടിപൊളി, വിഷ്വൽസ് എല്ലാം പൊളിപ്പടം. പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് കുറവാണെങ്കിലും നല്ല കൊടുത്തിരിക്കുന്ന സീനെല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെർത്തായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ വൻ കംബാക്ക് എന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പൃഥ്വിരാജ് മോഹൻലാലിന് വേണ്ടി എടുത്തു വെച്ചതിൽ കരിയറിലെ ബെസ്റ്റ് പടം എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇനി അടുത്ത പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. സ്റ്റീഫൻ നെടുമ്പള്ളിനെക്കാട്ടിയും കൂടുതൽ ഖുറൈഷി എബ്രഹാമിൻ്റെ സ്റ്റോറിയാണ്. ഇനി ഖുറൈഷി എബ്രഹാമിൻ്റെ സ്റ്റോറി ഇനി കൂടെ ഡെവലപ്പായിട്ട് ഇനി അടുത്ത പാർട്ടിലാണ് ഇനി അറിയാനുള്ളത്. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്, അതൊക്കെ പൊളിയായിട്ട് ചെയ്തു. ക്ലൈമാക്സ് എല്ലാം പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് മേക്കിങ്ങിലാണ് പടം ചെയ്തു വെച്ചേക്കുന്നത്. പൊളിയായിട്ട് എല്ലാം ഹോളിവുഡ് ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ സീനുകളിൽ നമുക്ക് പ്രതീക്ഷ കളയത്തക്ക രീതിയിലൊന്നും തരുന്നില്ല. എല്ലാം സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഹോളിവുഡ് ലെവലിൽ തന്നെയാണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിരിക്കും, നല്ല സിനിമയാണ്. ഫസ്റ്റ് സെക്കൻഡ് നല്ല പ്രീക്വലാണ്. ഇനി ഇപ്പോഴത്തെ എമ്പുരാൻ 3 ഒരു L3യുടെ ഒരു ഇൻഫർമേഷനായിട്ടാണ് സിനിമ കാണിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ പൃഥ്വിരാജ് ഇത് എടുത്തിട്ടുണ്ട്. ഒരു ഇത് മലയാള സിനിമയാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അത്ര രീതിയിലാണ് പൃഥ്വിരാജിൻ്റെ സംവിധാനം. മോഹൻലാലിൻ്റെ എല്ലാ ആരാധകർക്കും വളരെ ഒരു എൻ്റർടൈൻ സിനിമയാണ്. നല്ലൊരു എഫക്റ്റാണ് സിനിമ. ക്യാമറയും സൗണ്ടും എല്ലാം വളരെ നല്ല രീതിയിലാണ്. നല്ലൊരു സിനിമ. അതൊന്നും പറയാനൊക്കത്തില്ല. അത്രയൊന്നും ഒരിക്കലും അത് പറയാനൊക്കാത്തൊരവസ്ഥയിലാണ്. ഒരു ഹോളിവുഡ് സിനിമ 2 സിനിമ കാണുന്നതിൻ്റെ അത്ര എഫക്റ്റാണ്. വളരെ നല്ല സിനിമ. ഗംഭീര സിനിമ. പിന്നെ തീർച്ചയായിട്ടും ഗംഭീര സിനിമ. ലാലേട്ടൻ അടിപൊളിയാണ്. ലൂസിഫർ 2 ഏകദേശം ഒരു കൊല്ലയ്ക്കുന്ന പടം തന്നെ. സെക്കൻഡാണ്. നല്ല ഫിലിമാണ്. ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. നല്ല ഫിലിമാണ്. സോങ്സ് എല്ലാം നല്ല സെറ്റായിരുന്നു. ഒരു ഇന്റർനാഷണൽ ഫിലിമാണ്. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്യാമറ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റാണ്. ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. സ്ട്രോങ്ങസ്റ്റ് സ്ക്രിപ്റ്റായിരുന്നു. ഇത്തരൊരു സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന സ്ക്രിപ്റ്റാണ് എല്ലാം. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. ചേട്ടാ, എങ്ങനെ ഉണ്ടെന്നൊരു ചോദ്യമുണ്ടോ? നമ്മുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഉള്ള ഹൈപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഹൈപ്പിൽ വരുന്ന പടങ്ങളെല്ലാം നമുക്ക് നിരാശ വരുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. എത്ര ഹൈപ്പാണോ കൊടുത്തിട്ടുള്ള ഹൈപ്പിനുള്ള ആ ഒരു ഇത് പടത്തിലുണ്ട്. ആ രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മലയാളത്തിൻ്റെ എമ്പുരാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ടെക്നിക്കലി ആയാലും കഥയിലായാലും പെർഫോമൻസിലായാലും മ്യൂസിക്കായാലും DOP ആയാലും BGM ആയാലും ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. L3യിലേക്കുള്ള ആ ഒരു കണക്ഷൻ പോകുന്നതെല്ലാം ടോപ്പ്. ഡയറക്ഷൻ ഫസ്റ്റ് ഹാഫ് ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരുന്നു. ആ രീതിയിലാണ് ഓരോ ഫ്രെയിമും ആ കണക്ഷനും. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റൊക്കെ അന്യായം. ആ ഒരു ഇൻ്റർനാഷണൽ ആയാലും കേരളത്തിലെ കാര്യമായാലും ഇന്ത്യയിലെ കാര്യമായാലും നമ്മുടെ സോഷ്യലായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലേയേഴ്സ് ഉണ്ട് കഥയുടെ. അതെല്ലാം കിട്ടില്ല. സൂപ്പർ പടം, ഗംഭീര പടം. ലാലേട്ടൻ്റെ വൻ തിരിച്ചു വരവ് തന്നെ. ഡയറക്ഷൻ പൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ നല്ല ഡയറക്ഷനും നല്ല ആക്ഷൻ സീക്വൻസും എല്ലാം സൂപ്പർ പടം. തീർച്ചയായിട്ടും വൻ തിരിച്ചുവരവാണ്. വലിയ വിജയം, ഒന്നും പറയില്ല. നല്ലൊരു പടം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇരട്ടി നമുക്ക് സന്തോഷമായി. നമ്മൾ ഇത്രയും പ്രതീക്ഷയിലായിരുന്നു. ഇത്രയും ജനങ്ങൾ ആരാധകർക്ക് വേണ്ടി നല്ലൊരു പടം എടുത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു പൃഥ്വിരാജിനോട്. നല്ലൊരു പടം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ വലിയൊരു കംബാക്ക് തന്നെയാണ് ഈ പടം. നല്ല അടിപൊളിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.